എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെയും തിരിച്ചുവിട്ടിൻ്റെയും ചെറിയൊരു വീഡിയോ ആണ് ഇത്. നമുക്ക് കുറച്ച് കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞാൻ തിരിച്ചുവിട്ടിന് 1 വയസ്സുള്ള സമയത്ത് അമ്മേനെ ഏൽപ്പിച്ചിട്ട് പഠിക്കാൻ പോയതാണ്. അങ്ങനെ 1.5 വർഷം കോഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്കിനൊക്കെ പോയി. അങ്ങനെ കുറച്ച് ചെറിയ ബിസി ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് തിരിച്ചുവിട്ടിനായിട്ട് ഒരു 2-3 മാസമായിട്ട് കിട്ടിയ ഗ്യാപ്പിലാണ് ഞാനും തിരിച്ചുവിട്ടിന് ഫുൾ ടൈം ഒരുമിച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെന്നെ 5 മിനിറ്റ് പോലും കാണാണ്ട് നിൽക്കാൻ പറ്റില്ല. കുളിക്കുമ്പോൾ പോലും അവനെന്നെ കാണാണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. പുറത്ത് വന്നിട്ട് ഇങ്ങനെ വാതിലും മുട്ടേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം മെയിനായിട്ട് പറയട്ടെ. നമ്മൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അമ്മമാരും, അതായത് കുട്ടികളെയും വെച്ചിട്ട് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ടാവേ. പക്ഷേ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം ഒതുങ്ങി പോകാണ്ട് കുറേയൊക്കെ നമ്മൾ കുറച്ച് ടൈമെങ്കിലും നമ്മളെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുക. പിന്നെ കുട്ടികളെ കാര്യം കൂടെ നോക്കുക. അപ്പം നമുക്ക് ബോറടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്കതൊരു മടുപ്പ് തോന്നില്ല. രണ്ടും നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമുക്ക് പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ജോലിക്ക് പോവുക. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സോ ജോബോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനും തിരിച്ചും കൂടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പറമ്പിലേക്ക് ഒന്നിറങ്ങിയേ. ഈ ഒരു മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര കാടാണ് കേട്ടോ. ഇവിടെ എത്ര നന്നാക്കിയിട്ടും കാര്യമില്ലേ. അച്ഛൻ നല്ലോണം മുളകൊക്കെ നട്ടിട്ടുണ്ട്. അത് പറിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പോൾ അത്യാവശ്യത്തിന് പറിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചേ പറിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മുളകൊക്കെ പറിച്ചിട്ട് നല്ല അടിപൊളി കറി വെക്കാം കേട്ടോ. അപ്പം മത്തിയാണ്. ഇപ്പം മീനിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ മീനൊന്നും കിട്ടാറില്ലായിരുന്നു. ഇപ്പോഴാണ് മര്യാദയ്ക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പം മത്തി നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് നന്നായിട്ട് കറി വെക്കാം കേട്ടോ. ഇത് മത്തിക്കറി എന്ന് പറഞ്ഞിട്ട് ഇതിൽ മൊത്തം മാങ്ങയും മറ്റ് പച്ചക്കറികളൊക്കെയാണല്ലോ കാണുന്നതെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ കറി വെച്ച മീനില്ല മത്തി അങ്ങനെ ആരും കഴിക്കില്ല. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 എടുത്തിയാണ്. അപ്പം നമുക്കിതിലേക്ക് തേങ്ങ വേണം കേട്ടോ. തേങ്ങയൊക്കെ എടുത്ത് ഉരിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കറി വെക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ആദ്യം തേങ്ങയും എല്ലാം ഇട്ടിട്ടാണ് മീനിടുന്നത്. പക്ഷെ നമ്മൾ ആദ്യം മീനും മാങ്ങയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് തിളച്ചതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഉപ്പേരിയും കൂടെ വേണേ. അപ്പോൾ ഞാൻ അതിലേക്ക് പറമ്പിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ചീരയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരച്ചീര, ചെറുചീര, ഇംഗ്ലീഷ് ചീര അങ്ങനെയൊക്കെ ഞാനിവിടെ പറയും കേട്ടോ. ചീര ഉപ്പേരി, ചീരയൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പേരി വെച്ചെടുക്കുക. ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം പുറത്ത് ഉത്സവത്തിന് അങ്ങനെ പോയപ്പോൾ നോക്കിയെടുത്താണ് ഈ ഒരു മൺചട്ടി. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോന് ഞാൻ ജീരകക്കഞ്ഞിയും കൂടെ കൊടുക്കുന്നുണ്ട്. അവൻ അതും കൂടെ കുടിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞ് ചോറൊക്കെ ആയിട്ടോ. പിന്നെ അമ്മ നല്ല ചക്കയൊക്കെ രാവിലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മേശപ്പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചു. എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ അവനെ വിളിച്ച്. അവനാണെങ്കിൽ മുറ്റത്ത് മഴയൊന്ന് കുറഞ്ഞ ടൈമിൽ മുറ്റത്തിറങ്ങി കളിക്കുകയാണേ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു വരുത്തി. അവന് ചോറൊക്കെ വാരി കൊടുത്ത് അവനെ കഴിപ്പിക്കുക ഒരു പണിയാട്ടോ. അങ്ങനെ അവനെ ചോറൊക്കെ കഴിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു സർപ്രൈസായിട്ട് 2 ആൾക്കാർ വരുന്നത് കേട്ടോ. പെങ്ങളും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ത്രിജുവിന് ഭയങ്കര സന്തോഷമായി അവനെ കണ്ടിട്ട്. അവരോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കളിയെന്ന് പറഞ്ഞാൽ കുരുത്തക്കേടാണ്, എന്നാലും ഭയങ്കര സന്തോഷമായി. അവർ ഭയങ്കര ഹാപ്പിയാട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് അവരിങ്ങനെ ഒരുമിച്ച് കളിക്കുന്നതൊക്കെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.